ഒരു ഏഷ്യൻ കംഫർട്ട് ഫുഡായ ഹൈനനീസ് ചിക്കൻ റൈസാ. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതിനാദ്യമായിട്ട് ഒരു പേർഷ്യൻ കുക്കുംബർ എടുക്കുക, എന്നിട്ട് സ്ലൈസ് ചെയ്യാം. ഇത് സിംഗപ്പൂരിലെ ഒരു ഡിഷാണ്. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെന്ന് വിചാരിച്ചോ, അപ്പൊ നമുക്കൊരു 30 മിനിറ്റ്സ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 1 പോട്ട് ഡിഷ് കൂടെയാണ് ഈ ഹൈനനീസ് ചിക്കൻ റൈസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ മാരിനേഷൻ ആണ്. അപ്പൊ അതിനായിട്ടൊരു ബോൾ എടുക്കാം. അതിലോട്ട് 400 ഗ്രാംസ് ചിക്കൻ ബോൺലെസ് തൈസ് പ്ലേസ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്, 1.5 ടീസ്പൂൺ സെസമി ഓയിൽ കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് അരി കഴുകിയെടുക്കാം. 2 പേർക്കുള്ള സെർവിങ് ആയതുകൊണ്ട് 146 ഗ്രാം അല്ലെങ്കിൽ 3/4 കപ്പ് ഓഫ് റൈസ് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസ് ആണ്. ഒത്തന്റിക് റെസിപ്പിയിൽ ജാസ്മിൻ റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടണം. ഇനി ഇതിന്റെ സൈഡായിട്ടുള്ള ചില്ലി സോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ മിൻസ് ഗാർലിക്, 2 ടേബിൾ സ്പൂൺ ശ്രീരാച്ച സോസ്, ഒരു 1/2 ലൈം സ്ക്വീസ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ ഹണിയൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബോൾ എടുത്തിട്ട് 1/2 ടീസ്പൂൺ മിൻസ് ഗാർലിക്കും 2 ടേബിൾ സ്പൂൺ ചോപ്ഡ് സ്കാലിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, നല്ല ചൂടുള്ള ഓയിൽ വേണം എടുക്കാൻ. അപ്പം നമ്മുടെ സൈഡ്സ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് റൈസ് കുക്കറിന്റെ പോട്ട് എടുക്കാം. അതിലോട്ട് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന അരി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മിൻസ്ഡ് ഗാർലിക്, 1 ടേബിൾ സ്പൂൺ മിൻസ് ജിഞ്ചർ, ഒരു ചിക്കൻ ക്യൂബ് പൊടിച്ചിടാം ഇതിലോട്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞൊരു 400 ml വാട്ടറും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ പോട്ട് റൈസ് കുക്കറിലോട്ട് പ്ലേസ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് ലിഡ് ക്ലോസ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അവ ഹൈനനീസ് ചിക്കൻ റൈസ് റെഡി.